ഗൈസ് എല്ലാവരും നല്ല അടിച്ച് പൊളിച്ചിരിക്കാന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ബേബി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരായി കണ്ണട വെക്കാത്തതുകൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലേ? അല്ല, ഫ്ലാഷ് കണ്ണിലേക്ക് അടിച്ചിട്ട് ഭയങ്കര അതന്നെ ഞാനും പറഞ്ഞത് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ പോകണ എങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മളുടെ ഡ്യൂഡിന്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് ഭയങ്കര പ്രശ്നമുണ്ട്. സീൻ എന്താ വെച്ചാൽ പറയൂ എൽഫി. അവൾക്ക് തീരെ ഇഷ്ടമല്ല സെലിബ്രേറ്റ് ചെയ്യാൻ. അവള് തവണ വേണ്ട, എനിക്ക് ബർത്ത്ഡേ വേണ്ട, കേക്ക് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ അവള് റൂമിലിരിക്കും, കട്ടയില്ലെന്നൊക്കെയാ പറയണേ. ചിലപ്പോ ഇനി അവള് നമ്മള് കേക്ക് മേടിക്കാൻ വേണ്ടി പറയണെങ്കിലും അതെനിക്കറിയില്ല. എന്തായാലും അവള് ഞങ്ങളോട് പറഞ്ഞ ഭയങ്കര ദേഷ്യത്തിലാട്ടോ പറഞ്ഞ, ഒരു സെലിബ്രേഷനും വേണ്ട, അവള് കേക്ക് കട്ട് ചെയ്യില്ല, അവള് റൂമിൽ തന്നെ ഇരിക്കും എന്നുള്ളൊരു മൈൻഡില് പറഞ്ഞത്. ഒന്നും നോക്കുന്നില്ല, നേരെ നമ്മള് ലുലുവിലേക്കാണ് പോകുന്നത്. നമ്മള് ലുലുവിൽ കുറച്ച് സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. രാത്രി കൂളിംഗ് ഗ്ലാസ് ഡ്രൈവ് ചെയ്യുന്ന ഡ്യൂഡ് കേസ്. ഓയ്യാ, ഞാൻ എന്താ വന്നില്ലേ നോക്കിയിരിക്കായിരുന്നു. ഇതാ വന്ന് കേസ്. നമ്മള് ക്രിസ്മസിന്റെ ട്രാഫിക് സ്പെഷ്യൽ ബ്ലോക്ക് പ്ലാന് ജസ്റ്റ് ഒന്ന് മാറ്റി കേസ്. കാരണം വെച്ചാല് ഞങ്ങളിപ്പോൾ നേരെ മെട്രോയിൽ നിർത്തി. നല്ല ബ്ലോക്കാണ്, നിങ്ങൾ കണ്ടില്ലേ, അത്രക്കും നല്ല കട്ട ബ്ലോക്കാണ്. അപ്പം ഞങ്ങൾ മെട്രോയിൽ വണ്ടി നിർത്തി ചങ്ങമ്പുഴ. ഇനി ഇവിടുന്ന് മെട്രോ കയറി ലുലു പോവാം, അതായിരിക്കും കുറച്ച് എളുപ്പം. അവള് ഇതാക്കണ എന്താണ് ബേബി, എന്താണ് ഒരു കള്ളച്ചിരി ഗൈസ്. കുഞ്ഞുന് ഈ ആനിമീസ് അവള് അധികം ആദ്യം ഞാൻ നറൂട്ടോ എന്ന് പറഞ്ഞ ക്യാരക്ടർ അവള് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇപ്പൊ അവളത് പറയാറില്ല. ഇപ്പൊ അവള് കാണുന്നത് ടാൻജിറാവു അല്ല, ടാൻജിറോയും നെസൂക്കോ. അതായത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ എന്തോ ഒരു സീരീസ് ഉണ്ട്. അതിന്റെ അടുത്ത മൂവി ഒക്കെ ഇറങ്ങാൻ പോണെന്ന് പറഞ്ഞാൽ ഭയങ്കര റേവിംഗ് ആണ്. അപ്പൊ അതിന്റെ ഒരു കേക്ക് സെറ്റ് ചെയ്യണം. പ്ലാറ്റ്ഫോമിലെത്തി വെയിറ്റിംഗ് ഫോർ ദി ട്രെയിൻ. പിന്നെ ഇവിടെ ആദ്യമായിട്ടാണ് ക്രിസ്മസിന് എവിടെ പോണത്, ലുലു പോകുന്നത്. കാരണം ക്രിസ്മസ് ടൈമിൽ ഓഫീസിലും കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഇതുവരെ ഇറങ്ങാൻ കഴിഞ്ഞു. പറഞ്ഞു തരും മുമ്പ് ട്രെയിൻ വന്നു. ബ്ലോക്ക് നോക്ക്, അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ഇത്ര പെട്ടെന്ന് ബ്ലോക്ക്. വാക്കിംഗ് ടു ദി ലുലു മോൾ. ഈ സൈഡ് അത്ര ക്രൗഡ് ഇല്ല. എൻട്രൻസിന്റെ ലുലുവിന്റെ എൻട്രൻസ് നോക്കിയാൽ ഇങ്ങനെ ഫുൾ ബ്ലോക്കാട്ടോ. ലുലു മാളിന്റെ എൻട്രി, ക്രിസ്മസിന്റെ ലുലു മാളിന്റെ എൻട്രി. യെസ്, കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എടുത്തിട്ടുണ്ട്. ആർക്കാ ഫോട്ടോ വേണ്ടതില് അയ്യോടാ ഗൈസ്. അപ്പൊ സ്ഥലത്തെത്തി. അപ്പം അൽഫിതാക്കാൻ എടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, അവിടെ തല പോകുന്നു, കൈ പോകുന്നു, എല്ലാം പോകുന്നു. ഓക്കെ, ഗൈസ്. അപ്പം ഈ ഒരു സാധനം കൂടി വാങ്ങണം എന്നാണ് അൽഫി പറയുന്നത്. ഡ്യൂഡിക്ക് വേണ്ടി 2 എണ്ണം വാങ്ങി. ലുലുവത്തെ ക്രിസ്മസ് ഡീക്കോറാട്ടോ നിങ്ങൾ കാണുന്നത്, കണ്ടില്ല? എനിക്കിത് കാണുമ്പോൾ ലൂയി വിട്ടോൻ്റെ ഓർമ്മ വരുന്നത്, അങ്ങനത്തെ ഒരു സാധനം. ഞങ്ങളിപ്പോൾ ഇതാക്കണ അവൾക്ക് കുറച്ച് ഡ്രസ്സും കൂടി നോക്കുകയാണ്. വെസ്റ്റേഡിലാണ്. അൽഫി ഒരു ഹായ് കൊടുക്ക്. ഡ്രസ്സ് വാങ്ങിയില്ല ഗൈസ്, നേരെ താഴോട്ട് പോകുന്നത്. ഇവിടെ നിന്നാണ് ഇത് ഭംഗി. ഇത് വലിയൊരു ക്രിസ്മസ് ട്രീ ആണ്. നമ്മളിപ്പോൾ ലുലുവിനോട് വിട പറഞ്ഞ് മെട്രോയിലാണ്. എന്താ മോനെ, നമ്മുടെ മെട്രോ വീണ്ടും എത്തിയിരിക്കുന്നു. നേരെ ചങ്ങമ്പുഴ. നമ്മളല്ലേ ക്യാമറയുടെ മുന്നിൽ കളിക്കില്ല. ഓപ്പൺ ആയിരിക്കുന്നു. എന്റെ ഊഹം ശരിയാണ്, നമ്മൾ കാർ ഇവിടെ തന്നെയാണ് നിർത്തിയത്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. വി ആർ ബാക്ക് ടു ചങ്ങമ്പുഴ പാർക്കിംഗ്. എന്തേലും ലൈറ്റ് ജ്യൂസ് എന്തെങ്കിലും കുടിക്കുക, ഡ്രിങ്ക്സ് കുടിക്കാം. ഈ സാധനം ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന കേസ്. അപ്പം അങ്ങനെ വീട്ടിലെത്തി. ട്രാഫിക് ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ സാധനം വെക്കാം. ഞങ്ങൾ ഫ്രോസൺ മോമോസ് വാങ്ങണം. അപ്പോൾ അൽഫിക്ക് ഫ്രോസൺ മോമോൻ്റെ സ്പെഷ്യൽ സ്പൈസി ആയിട്ടുള്ളൊരു സോസ് അത് ഉണ്ടാക്കുക. അതും കൂട്ടിയാണ് മോമോസ് കഴിക്കേണ്ട കേസ്. അത് തായ്ലാൻഡിലൊക്കെ ഉള്ളൊരു ടൈപ്പ് സോസാട്ടോ. അപ്പം ഞാൻ വാങ്ങിയത് കാണിച്ചു തരാം. നമ്മൾ ഫ്രോസൺ മോമോ. ഓ മൈ ഗോഡ്, കണ്ടില്ലേ? ഈ ബ്രാൻഡാട്ടോ. ഈ ബ്രാൻഡാണ് ഏറ്റവും നല്ല ഫ്രോസൺ മോമോ. 24 എണ്ണം ഉണ്ടാവും. സെയിം ടൈം ഇതാക്കണം. അവിടെ സ്പെഷ്യൽ സാധനം അവിടെ ഉണ്ട്, കൊറിയൻ നൂഡിൽസ് ആണ് ഗൈസ്. ബുൾഡാക്. നമ്മുടെ കുഞ്ഞുമോളെ എത്തിയിട്ടുണ്ട്. കുഞ്ഞുമോളെ കാണിക്കണ്ടെന്ന്. കുറച്ച് ദിവസമായിട്ട് കുഞ്ഞുമോൾക്ക് ഭയങ്കര ദേഷ്യമാണ്. കുഞ്ഞ് എന്തെറ്റി എന്തെറ്റി എന്തോ കട്ട് തിന്നാ വന്നതല്ലേ? കട്ട് തിന്നാ വന്നതല്ലേ? അതിന് മാത്രം റൂമിൽ പുറത്തിറങ്ങും. കണ്ടില്ലേ? നമ്മൾ ഇതാക്കണ ഉള്ളി അങ്ങോട്ട് ഇട്ട് അടുത്ത ചില്ലി ഫ്ലേക്സ് ഗൈസ്. ഓ നല്ല എരിവുണ്ട്, ഉണ്ടായിക്കോട്ടെ അല്ലേ? കൂടുള്ളത് ഇതിലേക്ക് കണ്ടു പോയിക്കുക, സോയാ സോസിലേക്കല്ലേ. കുഞ്ഞുവിന്റെ ദേഷ്യം എന്താ പറയുക, മെനിഞ്ഞാന്ന് എന്താ പറയാ, ഇമ്മ ഇരുന്ന് വാങ്ങി എന്ന് പറഞ്ഞു. കുഞ്ഞുവിന് ഫോട്ടോ അയച്ചു. എന്നോ വാങ്ങി ഇരുന്ന് തരുന്ന കക്ക എന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ് കേസ്. അപ്പം അത് താളിച്ചിട്ടൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതുണ്ട് പറയുമ്പോൾ ഫോട്ടോ അയച്ചു. എന്നത്തെ ഫോട്ടോ അയച്ചാൽ അവൾ കോളേജിൽ എന്തോ പരിപാടി ഇട്ടുണ്ട്, അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് അവൾ ഓടി നേരത്തെ വീട്ടിലെത്തി. എന്നിട്ട് കിച്ചണിലൊക്കെ പോയി ഇങ്ങനെ തരികയായിരുന്നേ. അപ്പം ഞങ്ങളെല്ലാവരും ചെയ്ത് എന്താ സംഭവം നോക്കിയപ്പം അവൾ പറഞ്ഞു എരുന്തയുടെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പം പറഞ്ഞു എരുന്തില്ല പ്രാങ്കാണ്. അപ്പം കരഞ്ഞ് റൂമിൽ പോയതായിരുന്നു. പിന്നെ റൂം തുറന്നില്ല. ഇമ്മൻ്റെ ഒരു ചെറിയൊരു ഒരു സാധനം കാരണം ഡ്യൂട്ടി മൊത്തം കരഞ്ഞ് സീനൊക്കെ ആയി. അതിൻ്റെ ഒരു ദേഷ്യമാണ് ഇപ്പോഴും കാണിക്കുക. അതിൻ്റെ ഒക്കെ ഒരു ഇതിലാണ് പറഞ്ഞത് ബർത്ത്ഡേ വേണ്ടെന്നൊക്കെ.
ഗൈസ്, അപ്പോൾ ഈ ഫ്രോസൺ മോമോസ് ഞാൻ ഇൻസ്റ്റമാർട്ട് നിന്ന് വാങ്ങിട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക. ഞാനിപ്പോൾ ഇതൊക്കെ ഒരു 10 ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മുടി വെക്കാം. 4 മിനിറ്റിനുള്ളിൽ റെഡിയാവും. സെയിം ടൈം ഞങ്ങൾ ഡ്രിങ്കും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. ആ ഡ്രിങ്കിലും നമ്മൾ എന്താ പറയുക, ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് എരിവുള്ള ഡ്രിങ്കാണ്. നമ്മൾ ഡ്രിങ്ക് അതാക്കണം. അപ്പോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞ് 7 കൂടി ഒഴിച്ചപ്പോൾ കറക്റ്റ് വന്നു. ഇനി കുറച്ച് സോൾട്ട് ഇല്ല ഇവിടെ. ഇത് ഫുഡ് കഴിക്കാൻ ടെറസിലേക്ക് പോകുന്നത്. കാരണം ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കണ്ട് ചെറിയൊരു ആംബിയൻസ് ഒക്കെ സെറ്റാക്കി അവിടെ ഇതാക്കണം. അവിടെ ഇരിക്കുന്നുണ്ട് ലൈറ്റൊക്കെ വെച്ച്. നല്ലൊരു ടെറസിൻ്റെ മുകളിൽ കയറിയ വേറെ തന്നെ ഒരു മൂഡാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് മുകളിൽ നിന്ന് ഫുഡ് കഴിക്കാം. വരെ ഫുഡ് ചൂടാറിപ്പോൾ. സോ നമ്മളുടെ ഫുഡ് ഇതാക്കണം. കണ്ട നമ്മളുണ്ടാക്കി ഡ്രിങ്ക് അടിപൊളിയായിട്ട്. ഡ്രിങ്ക് നിങ്ങൾ വേണേൽ ടേസ്റ്റ് ചെയ്തോ. ഇങ്ങനെ ഉണ്ടാക്കി വെക്കേണ്ട. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കംപ്ലീറ്റ് ആയി ഇട്ടായിരുന്നു പിന്നെ ഒരു ദിവസം. അടിപൊളി. അതുപോലെ തന്നെ മോമോസ് ഈ സാധനം കൂട്ടി കഴിക്കാൻ വേറെ ലെവല്. പിന്നെ ഇതാക്കണം കൊറിയൻ നൂഡിൽസും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലിടണം. ഇതിൻ്റെ ഉള്ളിലിടണം. ഇപ്പോഴും ഉള്ളിൽ ആക്കിയിട്ടുണ്ട്. ഞാൻ കഴിച്ചോട്ടെ. എൻ്റെ മോനെ അടിപൊളി സാധനം. നീ കഴിക്കട്ടെ. നീ കഴിച്ചിട്ട് കാണാം. ഓക്കെ, കൂടുതൽ സംസാരമില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്. പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് സ്പെഷ്യൽ ഡേ, കുഞ്ഞൂസ് ബർത്ത്ഡേ ഡേ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച്. അപ്പം ഞങ്ങൾ അവൾക്ക് ഇന്ന് പോയിട്ടൊരു ഡ്രസ്സ് എടുത്ത് മോർണിംഗ് തന്നെ പോയിട്ട് ഒരു ചെറിയൊരു ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് സെയിം ടൈം കേക്ക് ഇതാക്കണം. എപ്പം എൻ്റെ ഡിക്കിയിലുണ്ട്. കേക്ക് പോയി വാങ്ങി വരുന്ന വഴിയാണ്. അവൾക്കൊന്നും അറിയില്ല. അവൾ സ്റ്റിൽ എണീറ്റിട്ട് പോലും ഇല്ല. അപ്പോൾ ഒരു കഴിച്ച് സർപ്രൈസ് ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കേക്ക് നമ്മൾ വിചാരിച്ച മാതിരി തന്നെ ഡിസൈൻ ചെയ്തിട്ടോ. ഞാൻ കാണിച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തതും നമ്മളുടെ കേക്കും. ഇനി നമുക്ക് ടോയും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ എനിവേ വീടെത്തി ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ അൽഫിനെ വിളിച്ചിട്ട് കേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്യും. വി ആർ ഹോം. ഇനിയിപ്പോൾ ഈ ഇടുക്കിൽ കയറ്റണം. അതാണ് പണി. ഒരു ചെറിയ ഡ്രസ്സും അതുപോലെ ഒരു ഗിഫ്റ്റും ഞാനിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കേക്ക് നമുക്ക് ഇതിനുള്ളുണ്ട്. നമ്മള് മാരേജ് കഴിഞ്ഞിട്ട് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. നമ്മൾ വലിയ സംഭവം ഒന്നും ആക്കണില്ല. കാരണം അവൾക്ക് ഒന്നാമത് മൂഡ് ഓഫ് ആയിരുന്നു. അവൾക്ക് തീരെ താല്പര്യമില്ല വലിയ തിങ്സിനോട്. അപ്പൊ ഞങ്ങള് ചുമ്മാ നമ്മൾ അവളെ ഫോഴ്സ്ഫുള്ളി അതെ ഇതിലേക്ക് എത്തിച്ചതാണ് കേസ്. എനിവേ നമ്മള് കേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഡ്രസ്സ് കൊടുക്കലുണ്ട്. അവള് ഡ്രസ്സ് മാറിയില്ലാന്ന് തോന്നിട്ടോ. അവള് മാറിയില്ല. റൂമിൽ 2 ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒന്ന് മറ്റേ ഗിഫ്റ്റ് ഇപ്പൊ കൊടുക്കണ്ട. അത് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം കേക്ക് കട്ട് ചെയ്തതിന് ശേഷം കൊടുത്തത്. ആദ്യം ഇപ്പൊ ഡ്രസ്സ് കൊടുത്തോ. നമുക്കിപ്പോ പോയി ഡ്രസ്സ് കൊടുത്തു. അപ്പോൾ റെഡി ആയി വരട്ടെ. എന്നിട്ട് നമ്മൾ താഴത്ത് പിന്നെ ചെറിയൊരു സെറ്റപ്പ് ചെയ്തു. വലിയ കാര്യമൊന്നുമില്ല. നമ്മള് ജസ്റ്റ് ചെറിയ കാണിച്ചു തരട്ടെ. ആദ്യം ഡ്രസ്സ് കൊടുക്കുക. അവളെ വിളിക്കും. കുഞ്ഞു 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 ഹാപ്പി ബർത്ത്ഡേ ടു യു. നീ കുളിച്ചാ? ബർത്ത്ഡേ കുളിക്കേണ്ടി വന്നേ. ഓക്കെ, ഒരു ഡ്രസ് വാങ്ങിയിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ സെലക്ഷൻ. ഡ്രസ് ഇട്ടിട്ട് ഞാൻ താഴോട്ട് വാ. ആ ഒരു പ്രത്യേക ഇട്ടു വാ. ഓക്കെ, വേഗം വാ. അപ്പം ഇതാണ് ഞങ്ങൾ റെഡിയാക്കിയ ചെറിയൊരു സെറ്റപ്പ്. കണ്ട എടി കൊള്ളാടി. ഇതിന് മുമ്പ് വീഡിയോ എടുത്തിട്ട് പക്ഷെ 3-4 വട്ടത്തിൽ ഇടിഞ്ഞ് വീണ്. പക്ഷെ ഞങ്ങൾ പിന്നെയും കഷ്ടപ്പെട്ട് ഈ സാധനം പിന്നെ ഇവിടെ റെഡിയാക്കി വെച്ച്. ഇതാണ് അവളുടെ കേക്ക്. ഇതിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ഒരു ആനിമെ ക്യാരക്ടർ ഉണ്ട്. അപ്പം അതിൻ്റെ എഴുത്തും അത് അറിയുന്നവർക്കറിയാം. അതിൻ്റെ എഴുത്തും കാര്യങ്ങളിലാണ് ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ആ ഒരു പെണ്ണിൻ്റെ എന്താ പറയുക മരമാണ് ഗീസ് ഇത്. ഓക്കെ, അപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ ടോയ് വെക്കാൻ സ്ഥലം ഉണ്ടോ നോക്കുകയാണ്. നോക്കട്ടെ, വെച്ചാൽ അടിപൊളിയാവട്ടെ ബേബി. വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും. പക്ഷെ കറക്റ്റ് വെക്കാൻ കഴിയുമോ നോക്കണം നമുക്ക്. കറക്റ്റ് വെച്ചോ. അവിടെ വെച്ചോ. ഓ മൈ ഗോഡ്, സെറ്റ് അടിപൊളിയല്ലേ? എല്ലാം വാങ്ങില്ലേ? എൻ്റെ മനസ്സീയും കേസ് രക്ഷയില്ല. ഫോക്കസ് ആവുന്നില്ല. ഇതാ ഡീമൺ സ്ലെയർ. ഇവൻ്റെ പേരെന്തായിരുന്നു? കേസ് അപ്പോൾ ഇതാക്കണം. നമ്മൾ കുറച്ച് ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ ലൈറ്റ്. ഇതപ്പം ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ചെറിയ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി കുഞ്ഞിതാക്കണ വരുന്നുണ്ട്. വരുന്നുണ്ട്. അല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട്
എങ്ങനെയുണ്ട്? നോക്കി വാ. കണ്ണടച്ചോ, ഞാൻ പിടിച്ചിട്ടുണ്ട്. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ. ഇല്ല, സ്റ്റെപ്പില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇടുമ്പോ ഞാൻ പറയുമ്പോ വിട്ടാതിട്ടാ. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ. എങ്ങോട്ടാ നമ്മള് പോകുന്നത്? പുറത്ത്. അയ്യോ, ഞാൻ വീണ്. ഇല്ല. ഓക്കെ, റെഡി? 1 2 and 3. നോക്ക്. എങ്ങനെയുണ്ട്? പറയൂ. ഞങ്ങൾക്ക് ഇത് ആരാന്ന് അറിയില്ല മര്യാദക്ക്. പക്ഷെ അറിയാം, പക്ഷെ കേക്കിന് ഒരു ഭംഗിയുണ്ടേ. അതെ, കേക്ക് വേറെ ലെവലായി. ഫ്രണ്ടിന്ന് നോക്കിക്കോ. ഇത് നമുക്ക് കേക്കിലോട്ട് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. ഇത് കേക്കോട് ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ സാധനം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് ഇങ്ങനെ അത് ഞങ്ങള് ഇത് നോക്ക്, മറ്റേ ഇതെന്താന്ന് പറഞ്ഞെടുക്കും ഞാൻ. അങ്ങനെ തന്നെ വന്നോ നോക്ക്. ഫ്ലവേഴ്സ് ഒക്കെ അടിപൊളി. അത് നല്ലൊരു തീം, കറക്റ്റ് ഡീമൺ സ്ലെയർ തീമായി. അതെ ഞങ്ങളതാ. പക്ഷെ അതില് നിന്റെ ബർത്ത്ഡേന്റെ ഇതും നിന്റെ പേരും എഴുതി. സെറ്റ് അല്ലേ? സെറ്റ്. ഇതന്ന് ലുലുന്ന് കണ്ടതാണോ? സെറ്റ്. ഇനി കേക്ക് എടുക്കും. ഇനി ഗിഫ്റ്റ് കൊടുക്കണ്ട. കേക്ക് കട്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കാം. അതാണ് നമ്മൾ കേക്കിന് വേണം. കേക്കേ വേറെ ലുക്ക്. ഞാൻ ഫോട്ടോ എടുത്ത് നല്ല രസം കാണാൻ. അതെ, എന്താണ് യു ഷുഡ് ഞാനും സർപ്രൈസ് കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നീ കുറച്ച് ഫോട്ടോസ് എടുത്തു, എന്നിട്ട് നമ്മ കേക്ക് കട്ടെ. കാരണം കേക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ. ഇന്നലെ തൊട്ട് പറയുന്നുണ്ട് ടാഞ്ചിറോ. സോ ടാഞ്ചിറോ ഞാൻ കഥയൊക്കെ പഠിച്ചു. ടാഞ്ചിറോടെ അനീതിയാണ് നെസുക്കോ. നെസുക്കോ എപ്പോഴും പാമ്പ് കടിച്ചു പിടിച്ച് അവള് മുറിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. ഫസ്റ്റ് എനിക്ക് ചോക്ലേറ്റ് അല്ലേ? ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് അവൾക്ക് കൊടുക്കും. ഫസ്റ്റ് അവൾക്കാ? ഞാൻ കൊടുക്കാം. ഫസ്റ്റ് നീ ചോദിച്ചു, പക്ഷേ ഞാനും കൂടി എടുത്തരാം. മൊത്തം നാക്കല്ലേ? ഇല്ല എങ്ങനെയുണ്ട് കേക്ക്? കൊടുത്തോ ബേബി? ഇതാണ് എന്റെ ഫസ്റ്റ് ഗിഫ്റ്റ്. പക്ഷെ ചെറിയൊരു മാൽ ഫംഗ്ഷൻ പറ്റിയോണ്ട് ഞാൻ ഇവിടെ വെച്ചു. വാ എടുത്തോ. തിരിഞ്ഞെടുത്തോ. ഗിഫ്റ്റ് എടുത്തോ. ആരാ? ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പോസ് അല്ലേ? പറഞ്ഞു ഈ പോസ് വേണ്ടെന്ന്. ഈ പോസിന് കുഴപ്പം. ഈ പെണ്ണ് തുണി പൊക്കിട്ട കഴിച്ചില്ല. ഇല്ല കുഴപ്പമില്ല. നെസൂക്കാനെ ഞാൻ കൊന്നു വരുത്തും കഴിച്ചു. അത് പിന്നെ വലിയൊരു സീനാവും. ഞാൻ അടുത്ത ഗിഫ്റ്റ് കൊടുക്കും. ഞാൻ അവിടെ നിൽക്കാം. അതാകുമ്പോ എനിക്കും കൂടി ഗിഫ്റ്റ് എടുക്കാൻ. അങ്ങനെ നിൽക്കും. ഓക്കെ, അടുത്ത ഗിഫ്റ്റ് കൊടുക്കും. തുറന്നു നോക്ക്. ഞാൻ തുറന്നു. ഞാൻ പിടിക്കേ. നല്ലൊരു ക്യൂട്ട് ഹാൻഡ് ബാഗ്. ഇനി ഇട്ടിട്ട് ഷോ കാണിച്ചേ. ഈ ഡ്രസ്സിലേക്ക് പറ്റുന്ന ഒരു സാധനം. ഞാൻ സത്യം ഞാൻ പറഞ്ഞ പ്രാവശ്യം ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു നിന്റെ മൂഡ് ഓഫ് ആയിരുന്നു എല്ലാം ഞങ്ങൾ പറഞ്ഞു. പക്ഷെ കിട്ടിയപ്പം കൊള്ളാലോ. പക്ഷെ കിട്ടിയപ്പം കൊള്ളായിരുന്നു. അതാണ് ഞങ്ങൾ ഞങ്ങളെല്ലാം സർപ്രൈസ് ആയിട്ട് ചെയ്യും. ഞങ്ങൾക്ക് കാർട്ടൂൺ ക്യാരക്ടർ അറിയില്ലല്ലോ ഗേസ്. ഞങ്ങൾ തട്ടിക്കൂട്ടി വെച്ചത്. ഓ എനിമേ ഗേസ്. ബൈ.